സി, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പ്രയോജനകരമാകുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് 26-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2026 സെൻസസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ അഥവാ മസ്കോട്ടുകൾ ഏതൊക്കെയാണ്? അവ എന്താണ് പ്രതിനിധീകരിക്കുന്നത്? പ്രഗതി, വികാസ്. 2026 സെൻസസിന് 2 ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളുണ്ട്. ഒന്നാണ് പ്രഗതി. ഇത് വനിതാ മസ്കോട്ടാണ്. ഇത് വനിതാ എന്യൂമറേറ്ററെ അഥവാ വിവരശേഖരണം നടത്തുന്നയാളിനെ പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത്തേതാണ് വികാസ്. ഇത് പുരുഷ മസ്കോട്ടാണ്. ഇത് പുരുഷ എന്യൂമറേറ്ററെ പ്രതിനിധീകരിക്കുന്നു. ഇവർ കൈകളിൽ മൊബൈൽ ഉപകരണങ്ങൾ പിടിച്ചിരിക്കുന്നത് 2027 സെൻസസ് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ ഭാഗ്യചിഹ്നങ്ങൾ സ്ത്രീ പുരുഷ സമത്വ പങ്കാളിത്തത്തെയും പ്രതിനിധീകരിക്കുന്നു. 2030 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി മനുഷ്യ ശരീരത്തിലെ മാറ്റങ്ങൾ പഠിക്കാൻ ചൈന ആരംഭിച്ച ഒരു വർഷത്തെ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഷെൻഷോ 23. ഇതിന്റെ ലക്ഷ്യം ദീർഘകാലം ബഹിരാകാശത്ത് കഴിയുമ്പോൾ മനുഷ്യ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ പഠിക്കുക എന്നതാണ്. 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷൻ ആരാണ്? രോഹിത് രാജ്പാൽ. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന ഗെയിംസിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം നിലവിലെ ഡേവിസ് കപ്പ് ക്യാപ്റ്റനാണ്. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കുന്നതിനായി വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് സീറോ. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മീഥേൻ പുറന്തള്ളുന്ന 3 മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ ഒന്നായി കണ്ടെത്തിയ ഇന്ത്യൻ ലാൻഡ്ഫിൽ ഏതാണ്? മുംബൈയിലെ കഞ്ചൂർ മാർഗ് ലാൻഡ്ഫിൽ. ഐക്യരാഷ്ട്രസഭയുടെ മാർസ് അഥവാ മീഥേൻ അലേർട്ട് ആൻഡ് റെസ്പോൺസ് സിസ്റ്റം ഉപഗ്രഹ വിവരങ്ങൾ പ്രകാരമാണ് ഇത് കണ്ടെത്തിയത്. അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ മീഥേൻ ഗ്യാസ് പുറന്തള്ളുന്ന സ്രോതസ്സുകളെ കണ്ടെത്താനാണ് UN ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. 2026 250 വർഷം തികഞ്ഞ ആഡം സ്മിത്തിന്റെ പ്രശസ്തമായ സാമ്പത്തിക ശാസ്ത്ര പുസ്തകം ഏതാണ്? ദി വെൽത്ത് ഓഫ് നേഷൻസ്. ഈ പുസ്തകം 1776 മാർച്ച് 9 പുറത്തിറങ്ങിയത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിത്തറയായ ഈ പുസ്തകം എഴുതിയതുകൊണ്ട് തന്നെ ആഡം സ്മിത്തിനെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.